മലയാളികൾക്ക് എത്ര കണ്ടാലും മതിവരാത്തൊരു സിനിമയാണ് മണിച്ചിത്രത്താഴ്. അതുപോലെ തന്നെ അതിലെ കഥാപാത്രങ്ങളും നകുലനും നാഗവല്ലിയും ഗംഗയും സണ്ണിയും ഒക്കെ മലയാളിയുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ മാടമ്പള്ളി തറവാടും. മാടമ്പള്ളി തറവാടായി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് തൃപ്പൂണിത്തറയിലെ ഹിൽ പാലസ് ആണ്. അപ്പൊ നമുക്കിന്ന് ഹിൽ പാലസിലെ കാഴ്ചകളിലേക്ക് പോയാലോ. ഇവിടെ മൊത്തത്തിൽ 49 കെട്ടിടങ്ങളാണ് ഉള്ളത്. മൊത്തത്തിൽ ഏകദേശം 52 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ 49 കെട്ടിടങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഹിൽ പാലസ് കാണാനുള്ള ടിക്കറ്റ് ഫീ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 35 രൂപയും കുട്ടികൾക്ക് 10 രൂപയും മാത്രമാണ്. ഇതിന്റെ മുമ്പിൽ കാണുന്ന ഈ ഒരു ശില്പം എല്ലാവർക്കും സുപരിചിതമാണ്. മണിച്ചിത്രത്താഴിൽ കാണിക്കുന്ന അതേ ശില്പമാണ്. അങ്ങനെ ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പൊ കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ എവിടുന്നാണ് വന്നത്, നമ്മളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ അവരെടുത്ത് വെക്കും. അങ്ങനെ പടികളൊക്കെ കയറി ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ്. വളരെ മനോഹരമായ മരത്തിന്റെ സ്റ്റെപ്പും അതിന്റെ കൈവരികളൊക്കെ നല്ല കൊത്തുപണികളൊക്കെ ചെയ്തിട്ടാണ് ഉള്ളത്. മണിച്ചിത്രത്താഴില് ഈ ഒരു പടികളെല്ലാം കാണിക്കുന്നുണ്ട്. നിമിഷവും കേറി വരാം. അപ്പോഴും നീ നിന്റെ ഈ കോലുമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി. പണ്ടുകാലത്ത് രാജാക്കന്മാരെല്ലാം ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ കിരീടവും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ഇവിടെ പ്രദർശനത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. വീഡിയോഗ്രാഫി അനുവദിക്കാത്തത് കൊണ്ട് അതൊന്നും എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഈ ഒരു കൊട്ടാരത്തിനെ പറ്റി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു ആന. ഇതിന്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒറിജിനൽ ആനക്കൊമ്പ് തന്നെയാണ് ഈ ഒരു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിലെ മെയിൻ ഹാൾ അലങ്കരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ആനയാണിത്. കൊച്ചിയിലെ രാജകുടുംബത്തിനെ പറ്റിയും അവരുടെ അധികാര കൈമാറ്റവും സംബന്ധമായ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. പുരുഷന്മാരുടെ ഒപ്പം തന്നെ സ്ത്രീകൾക്കും പ്രാധാന്യം കൊടുത്തിരുന്ന രാജവംശമായിരുന്നു അന്നത്തേത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം കൊടുത്തിരുന്നത്. അവിടെ ആദ്യമായിട്ട് ഡിഗ്രി ചെയ്ത ആൾക്കാരുടെ ഫോട്ടോസും ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். അന്നത്തെ രാജാക്കന്മാർ സഞ്ചരിക്കാൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളും പല്ലക്കുകളുമാണ് ഈ ഒരു ഭാഗത്തായിട്ട് അവർ വെച്ചിട്ടുള്ളത്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, മണിച്ചിത്രത്താഴിൽ മോഹൻലാലും സുധീഷും തമ്മിലുള്ള രംഗമാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കുളപ്പുര. അങ്ങനെ കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ പുറത്തായിട്ട് തന്നെ ഒരു ഡിയർ പാർക്ക് ഉണ്ട്, അവിടത്തേക്ക് വന്നതാണ്. അപ്പോൾ ഡിയേഴ്സൊക്കെ ആൾക്കാരെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇലയൊക്കെ കാണിക്കുമ്പോൾ അത് അടുത്തേക്ക് വന്ന് ഇലയൊക്കെ വാങ്ങുന്നുണ്ട്. മണിച്ചിത്രത്താഴ് കൂടാതെ പിൻഗാമി, മൂന്നാം മുറയൊക്കെ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ചോട്ടാ മുംബൈ, കളിയൂഞ്ഞാൽ, ഡ്രീംസ്, അങ്ങനെ കുറേ സിനിമേൻ്റെ ഭാഗങ്ങൾ ഈ ഒരു ഹിൽ പാലസിന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ലുബ്ന ഷാനിബ്.